പശ്ചിമ ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അക്രമാസക്തമായി 3 പേർ കൊല്ലപ്പെട്ടു. മുർഷിദാബാദിൽ തുടങ്ങിയ പ്രതിഷേധ സമരം സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും പടരുകയാണ്. ഇന്റർനെറ്റ് സേവനങ്ങളും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, അക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. എങ്ങനെയാണ് നടപടികൾ പോകുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരം? കഴിഞ്ഞ 2 ദിവസമായി വിവിധ സ്ഥലങ്ങളിൽ വഖഫ് വിരുദ്ധ സമരങ്ങൾ ബംഗാളിൽ നടക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഉണ്ടായ അക്രമമാണ് ഇപ്പോൾ 3 പേരുടെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത്. മുർഷിദാബാദിലെ ആണ് പ്രധാനമായും ഈ സമരങ്ങൾ അക്രമാസക്തമായിട്ടുള്ളത്. ജംഗിപ്പൂരിൽ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ബഹളം വളരെ അക്രമാസക്തമായത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇതിപ്പോൾ പടർന്നിരിക്കുകയാണ്. ബംഗാളിലെ ശംഷേർഗഞ്ചിലാണ് ഇപ്പോൾ 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേന്ദ്ര സേനയെ സംസ്ഥാനത്ത് വിന്യസിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ വഖഫ് നിയമം ബംഗാളിൽ നടപ്പാക്കില്ല എന്ന് മമതാ ബാനർജി വീണ്ടും പറഞ്ഞു. നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഈ അക്രമം എന്ന് ഇപ്പോൾ എക്സിൽ എഴുതിയ കുറിപ്പിൽ മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട്.